അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ലക്ഷദ്വീപിലെ മൂന്നാമത്തെ വിശേഷങ്ങളുമായി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ഉസ്താദുണ്ട് നമ്മളിവിടെ. ഉസ്താദ് വക്കീലാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവിടെ വഴികൾ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു വഴി ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. ഉണ്ടാവില്ല, കാരണം എല്ലാവരും മതിലും കെട്ടി അതൊക്കെ കെട്ടി അടിച്ചിരിക്കും. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, അടുത്തടുത്ത് വീട്, തെങ്ങുകൾ. ഒരു പറമ്പിൽ നിന്ന് വീണ തേങ്ങ അപ്പുറത്ത് പറമ്പിലേക്കാണ് പോകുന്നതെങ്കിൽ അവരതെടുക്കും. അതിനൊന്നും ആരും ഇവിടെ ചോദിക്കാനോ പറയാനൊന്നുമില്ല. ഇതാണ് നമ്മളെ കുളമ്പ്. കുളമ്പേ ഞാട്ടപ്പേരാണ് കേട്ടോ കുളമ്പ്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലം. ഉസ്താദിൻ്റെ മതപ്രഭാഷണം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ സ്ത്രീകളിരിക്കും. നമ്മളവിടെ പോലെ വലിയ ലൈറ്റ് കാര്യങ്ങളുണ്ട്. അതാണ് സ്ഥലം, പ്രഭാഷണ സ്ഥലമാണ്. ഇങ്ങോട്ട് വീട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു സാർ. മദ്രസിൻ്റെ വീട് എടുക്കാം. മദ്രസിൻ്റെ ഇതാണ് ഇവിടെ കെട്ടുന്ന മദ്രസ. ഇതാണ് ഇവിടുത്തെ കോൺക്രീറ്റ് റോഡ്. ഉസ്താദ് പോകുന്നുണ്ട്. മനോഹരമായ ഇതൊന്നും അംഗനവാടിയാ, സ്കൂളാ? മദ്രസിൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. അപ്പം പോയി മധുയും രാവാണ് സുർജമാലേ മഹിൽ മഹാസീനൻ ഒരു വീടിൻ്റെ മുമ്പിലേക്ക് എനിക്കൊരു വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ ഇട്ടാടാ. എൻ്റെ ഫോൺ വേണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വഴി കൂടെ പോയാലും കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തും. ഒന്നിനും അടവില്ല. ആരെ വീട്ടിൻ്റെ മുറ്റത്തൂടെ പോവാം. അത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ നീലക്കടൽ. അതാ ബൈക്കിൻ്റെ ഇതെന്തു നെങ്ങുന്നല്ല നിങ്ങളെ ഇത് ഫോണ്. ഒരു മിനിറ്റാ, വീട് നേരായിട്ടാ എല്ലാം കളഞ്ഞത് കൊലച്ച് കഴിഞ്ഞു. പറഞ്ഞു സാർ. ഉസ്താദ് അതാരി മുമ്പിൽ ഇട്ടിട്ടുള്ള നമ്മുടെ അമീനിക്ക നമ്മുടെ വാണിജ്യമാണ്. ഇതാരി ഇതാ നമ്മുടെ നാസിമുദ്ദീക്ക. നമ്മളവിടുന്ന് കൊണ്ടുവന്ന ആളല്ലേ, നമുക്കൊന്ന് മറക്കാൻ പറ്റും. അതെ. പിന്നെ ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് വഴി കൂടെ പോയാലും ഏത് റോഡിൽ കൂടെ പോയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എവിടെ ഒരു അടവോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൂടെ പോയ വിഷയമാണെന്നൊന്നുമില്ല. ആർക്കൊരു പരാതി ഒന്നുമില്ല, പരിവട്ടമൊന്നുമില്ല. ഇപ്പം ആ മാമപ്പം പോയാൽ ടാറ്റാക്ക് സാറ്. നല്ല കുട്ടികൾ കുടിക്കണ്ടേ വീഡിയോ? ഇവിടെ ബൈക്കിലിരിക്കുന്ന തല ഇങ്ങനെ ആക്കണം, തല കൊണ്ടുപോകും. നേരെ നോക്കി പോയിട്ട് ചിലപ്പോൾ തല ആവില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് പോവുക. അങ്ങനെ കഴിഞ്ഞിട്ട് പോവുക. ഇതൊക്കെ റെഡ് കളർ അടിച്ചിട്ട് എങ്ങനെ
ആൾക്കാരൊക്കെ ഇവിടെ വലിയ റോഡ് വരാൻ വേണ്ടിയിട്ടുള്ള നാട്ടിൽ സ്ഥലം എടുക്കുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇവിടുത്തെ ആൾക്കാർ. ഹായ് പറയൂ, ഹായ് പറയൂ. സംഭവം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവരെ കളി വാങ്ങില്ല. കളി എയർപോർട്ട്, കിൽത്താൻ എയർപോർട്ട്. ഹെലിപ്പാഡ്. നമ്മളവിടെ ഇരിക്കും. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാൻ വന്നതാണ്. സന്ധ്യയിൽ ഇവിടെ വന്നിങ്ങനെ നമ്മളിരിക്കും.